So hello guys, it's Yachu here. ഒരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയേക്കുന്നത്. യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് മാത്രം ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ലോങ് വീഡിയോസ് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു കോണ്ടൻറ്റ് തപ്പിയിടുന്നപ്പോഴത്തേക്കുമാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ Q&A ചെയ്യുന്ന ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ Q&Aക്ക് വേണ്ടിയിട്ട് ആസ്ക് മീ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നു. പക്ഷേ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിന് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ ആസ്ക് മീ ക്വസ്റ്റ്യൻ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് വന്ന 100 ക്വസ്റ്റ്യനിൽ 96 സിംഗിളാണോ കമ്മിറ്റഡ് ആണോ എന്നാണ്. ഗൈസ്, ഇങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത്. കാരണം ഇതൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉമ്മച്ചി വീട്ടിൽ കയറ്റില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ ഏജ്, നെയിം, പ്ലേസ് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഏജ് കഴിഞ്ഞ ഏപ്രിൽ 6 എനിക്ക് 19 വയസ്സായി. എൻ്റെ പേര് മുഹമ്മദ് യാസിൻ സനിൽ എന്നാണ്. യാച്ചു എന്ന് വിളിക്കും. എൻ്റെ സ്ഥലം ആലപ്പുഴ. ഞാൻ എന്താണ് പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ BCom സെക്കൻഡ് സെം എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. അതായത് ഞാൻ പ്ലസ് ടു ബയോസയൻസ് ആയിരുന്നു. പക്ഷേ പിന്നെ എടുത്തത് കൊമേഴ്സ് ഫീൽഡായിരുന്നു. അതായത് എനിക്കൊരു ധാരണയില്ല. അതായത് 10 കഴിഞ്ഞിട്ട് +1 ഞാൻ ബയോസയൻസ് എടുക്കാൻ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോസയൻസ് എടുത്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാമെന്ന് എൻ്റെ അടുത്ത് ഉമ്മച്ചി പറഞ്ഞു. അപ്പോൾ ഞാൻ ബയോസയൻസ് എടുത്ത് അതങ്ങ് പഠിച്ച് കഴിഞ്ഞിട്ട് +2 എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് മോഹൻലാലിൻ്റെ പരസ്യത്തിൽ ACC എടുത്ത് കഴിഞ്ഞാൽ 21 വയസ്സിൽ ലൈഫ് സെറ്റിലാവാമെന്ന് കണ്ടത്. അപ്പോൾ BCom വിത്ത് ACC അങ്ങ് എടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ BCom ACC പഠിച്ചുകൊണ്ടിരിക്കുന്നു. ACCൻ്റെ 2ാമത്തെ പേപ്പർ എഴുതിയിട്ടിരിക്കുന്നു. BComൻ്റെ സെക്കൻഡ് സെം എക്സാം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പഠിക്കുന്നത് അല്ലസർ കോളേജ്, തൊടുപുഴ. നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം? ഗൈസ്, ഇഷ്ടമുള്ളപ്പോൾ കുളിക്കുക, ഇഷ്ടമുള്ളപ്പോൾ കഴിക്കുക, ഇഷ്ടമുള്ളത് ചെയ്യുക, സൗന്ദര്യമായിട്ട് ഇങ്ങനെ അങ്ങ് പോവുക. വെൻ ഡിഡ് യു സ്റ്റാർട്ട് ലൈക്കിംഗ് ഡാൻസ്? ഹൂ സപ്പോർട്ടഡ് യു ടു റീച്ച് ദിസ് പൊസിഷൻ? അപ്പോൾ ഡാൻസ് ഞാൻ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഡാൻസ് കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഡാൻസ് ടീച്ചർ റിവ്യ മിസ്സ് എന്നെയും എൻ്റെ ഒരു ജൂനിയർ പെൺകൊച്ചിനായിട്ട് ഒരു കപ്പിൾ ഡാൻസ് ചെയ്യിപ്പിച്ചു. അതായത് ഞാൻ ലൈഫിൽ ചെയ്യുന്ന ഫസ്റ്റ് ഡാൻസ് തന്നെ ഡ്യുവറ്റ് ഡാൻസാണ്. അപ്പോൾ എന്നിട്ട് നെഞ്ചോട് ചേർത്ത് സോങ്. അപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സ്കൂളിലാണേലും ടീച്ചേഴ്സും പിന്നെ കുറേ പാരൻസ് പിന്നെ ഫാമിലി എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ആ പ്രായത്തിൽ ഫസ്റ്റ് ഒന്നും അറിയാണ്ട് ഇങ്ങനെ ഡാൻസ് ചെയ്തിട്ട് എല്ലാവരും ഇങ്ങനെ നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളതങ്ങനെ വേറൊരു രീതിയിലാവും. അപ്പോഴത്തേക്കും ഞാൻ ഡാൻസ് എന്നുള്ള സംഭവം ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. പിന്നെ എല്ലാ വർഷവും ആനുവൽ ഡേ ആകുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് വന്നിട്ട് എന്നെ തനിയെ ഞാൻ പോലും പറയാണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടം. അതായത് പ്രത്യേകിച്ച് എൻ്റെ ഉമ്മച്ചിക്ക്. അപ്പോൾ ഉമ്മച്ചി ഓൾറെഡി സമ്മതം എഴുതി കൊടുത്തേക്കോ അവർക്ക് എന്നെ കൊണ്ടുപോയിക്കോ എന്നുള്ളത് ഡാൻസിന്. അപ്പോൾ എൻ്റെ സമ്മതവും കാര്യങ്ങളൊന്നും ഇല്ല. ഉമ്മച്ചിൻ്റെ സമ്മതം ഉള്ളതുകൊണ്ട് എന്നെ വരിക, വിളിച്ചുകൊണ്ട് പോവുക, അവർ ഡാൻസ് പഠിപ്പിക്കുക, എന്നെ ലീഡാക്കുക, അങ്ങനെ കളിപ്പിക്കുക. അങ്ങനെയാണ് ഞാൻ കളിച്ചു വന്നത്. പിന്നെ ഒരു 4ാം ക്ലാസ്സിന് ശേഷം 5ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ സ്വന്തമായിട്ടൊരു സംഭവം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമല്ലോ. അങ്ങനെ ഞാൻ ഡാൻസ് തനിയെ പഠിച്ചു തുടങ്ങി. നമ്മളെ പഠിപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞു 4ാം ക്ലാസ്സോടെ. പിന്നെ ഞാൻ തനിയെ പഠിച്ചു തുടങ്ങി. കുറച്ച് പേരെ കൂടെ നിർത്തിയിട്ട് ഞാൻ അവരെയും പഠിപ്പിച്ചു. എനിക്ക് പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇങ്ങനെ പഠിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവരെയും പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ തനിയെ കളിച്ച് പഠിച്ചു വന്നതാണ്. അപ്പോൾ ഉമ്മച്ചിയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടൈം പീരീഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഒരു അക്കാഡമിയിൽ കയറി. പിന്നെ അവിടുത്തെ സാറ് പിന്നെ അവരുടെ സപ്പോർട്ട് കാരണമാണ് ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ബെറ്ററായിട്ട് സംഭവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാട്ട്സ് യുവർ പ്ലാൻ? ആർ യു ഗോയിങ് ടു ടേക്ക് ഡാൻസ് ആസ് എ പ്രൊഫഷൻ? ആ ക്വസ്റ്റ്യനിൽ എനിക്ക് പറയാനായിട്ടാണെങ്കിൽ ഡാൻസ് പ്രൊഫഷണൽ രീതിയിൽ കൊണ്ടുപോകണം ഞാൻ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതൊരു 50-50 ചാൻസ് ആയതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ പാരൻസ് ആണെങ്കിലും അവർക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു സക്സസ് റേറ്റ് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ ഒരു 50% മാത്രമാണ് ഇപ്പോൾ പ്രൊഫഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാൻസിന് വരുന്നത്. പക്ഷേ അത് പ്രൊഫഷനാക്കി എടുത്തിട്ട് മുന്നോട്ട് നല്ല രീതിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അതായത് എൻ്റെ അക്കാഡമിയിൽ എൻ്റെ സാറ് ചന്തു. അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു സംഭവം നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിലും നമ്മളെ പാരൻസിന് അത്രയും ഒരു കോൺഫിഡൻസ് വരണമെന്നില്ല. അപ്പോൾ നമുക്ക് പ്രൊഫഷണൽ രീതിയിൽ കൊണ്ടുപോകാൻ ഒരു മടി വരുന്നത് അതുകൊണ്ടാണ്. പക്ഷേ എന്തായാലും ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോകും. ഡാൻസ് എന്തായാലും ഉണ്ടാവും, എവിടെ പോയാലും എന്ത് ചെയ്താലും. ഇപ്പോൾ വാട്ട്സ് യുവർ ഡ്രീം അബൌട്ട് യുവർ മാരേജ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കുവാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഉമ്മച്ചി എടുത്ത് ചോദിച്ചു, ഉമ്മച്ചി കല്യാണം കഴിച്ചാലോ? അപ്പോൾ എന്നോട് പറയുവാണ്, കഴിഞ്ഞ ആഴ്ചയാണ് വോട്ടറിൽ പേര് ചേർത്തത്. സ്വന്തമായിട്ട് തുണി കഴുകാണ്ട് സ്വന്തമായിട്ട് ഭക്ഷണം പോലും എടുത്ത് കഴിക്കാറിയാത്ത നീ കല്യാണം കഴിച്ചിട്ട് എന്തിനാണ് ഒരു പെണ്ണിൻ്റെ ജീവിതം കൂടെ നശിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഉമ്മച്ചീൻ്റെ അടുത്ത് മിണ്ടാണ്ടിരുന്നു. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കുന്ന ഒരാളെ അല്ല ആക്ച്വലി ഞാൻ. അതായത്
നാളെ എന്ത് സംഭവിക്കുന്നോ അല്ലെങ്കിൽ നാളെ ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് ഒട്ടും ഞാൻ ബോധമല്ല. ഞാനിപ്പോൾ ഈ നിമിഷം അങ്ങനെ ചിന്തിച്ച് പോകുന്ന ഒരാളാണ്. ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ആ രീതിയിലല്ല. ഫ്യൂച്ചർ പ്ലാൻ അതുകൊണ്ട് തന്നെ എനിക്കിതുവരെ ഡെവലപ്പ് ആയിട്ടുമില്ല. മേ ബി ഫ്യൂച്ചർ പ്ലാൻ വരുമായിരിക്കും. വാട്ട് ഈസ് ദ റീസൺ യു ചൂസ് ഡാൻസ്? ഇപ്പോൾ ഡാൻസ് സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് റീസണും കാര്യങ്ങളൊന്നുമില്ല. അതായത് മേ ബി ആ സപ്പോർട്ടായിരിക്കാം, അല്ലെങ്കിൽ ഡാൻസ് എന്നുള്ള ആ ഒരു സ്കില്ല് ചെയ്തപ്പോഴത്തേക്കും അതുവരെ ആരും തിരിച്ചറിയാതിരുന്ന ഒരു കുട്ടീനെ എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും ഉണ്ടായ സന്തോഷവും കാര്യങ്ങളും അതൊക്കെ തന്നെ ആയിരിക്കാം. ഞാൻ ആ പ്രായത്തിലാണ് ഡാൻസ് എന്നുള്ള സംഭവം ചൂസ് ചെയ്തത്. ഇപ്പോൾ നിലനിർത്തി കൊണ്ടുപോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് കോണ്ടൻറ് ക്രിയേറ്റർ? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഒരു കോണ്ടൻറ് ക്രിയേറ്റർ എന്ന രീതിയിൽ മാത്രം പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ തന്നെ ഒരുപാട് നല്ല കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതായത് പല മേഖലയിൽ പല രീതിയിൽ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ പാട്ട് പാടാനായിട്ട് കുറച്ച് കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മളെ ചിരിപ്പിക്കാനായിട്ട് കുറേ പേരുണ്ട്. അതുപോലെ മെയിൻ സിനിമ സ്പൂഫ് പോലെ ചെയ്യുന്ന കുറേ പേരുണ്ട്. ഡാൻസേഴ്സ് ഉണ്ട്. അങ്ങനെ എനിക്ക് ഓരോ മേഖലയിലും ഒരുപാട് കോണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സെലക്റ്റീവായിട്ട് ആരെയും പറയാൻ പറ്റില്ല. വൈ ആർ യു ലൈക്ക് എ മച്ച് ബ്യൂട്ടിഫുൾ ഹ്യൂമൻ? ആ ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിനുള്ള ഉത്തരം ഞാനല്ല പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് മേക്സ് യു ഹാപ്പി? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എൻ്റെ ഒരു കംഫർട്ട് സോണുണ്ട്. അപ്പോൾ ആ സോണിൽ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ഹാപ്പിയാണ്. അതായത് ഞാൻ ആ സോൺ വിട്ട് പോയാലും ഹാപ്പി അല്ല എന്നുള്ള രീതിയിലല്ല. ആ കംഫർട്ട് സോണിൽ ഞാൻ നിൽക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അവിടെ ഒരു സൈലൻസ് ആയിരിക്കും. ആ സൈലൻസ് പോലും ഒരു സന്തോഷമാണ്. നമ്മൾ ആ ഒരു സോണിൽ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ കംഫർട്ട് സോൺ. ആ സോണിൽ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളായി അവരായി, അതായത് അവർ പറയുന്ന കാര്യങ്ങളും നമ്മൾ പറയുന്ന കാര്യങ്ങളും മാത്രം കേട്ട് ആ ഒരു മുടി പിടിച്ചങ്ങ് പോവുക. യാച്ചു മാരേജായി. കഴിഞ്ഞ ആറാഴ്ചയായിരുന്നു കല്യാണം. അതായത് കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും മാത്രമേ ഉള്ളായിരുന്നു. സെലക്റ്റീവായിട്ടൊരു 20 പേരെ വിളിച്ചിട്ട് കല്യാണം നടത്തി. വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ ഇൻ യുവർ ലൈഫ്? ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരു പേടി എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ വിട്ടു പോവുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ കൂടെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേര് നമ്മുടെ ലൈഫിലുണ്ടാവും. അവരെല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് മാത്രമേ നമുക്കുണ്ടാവും. അവർ പോകുന്നു എന്നുള്ളൊരു പേടി മാത്രമേ എനിക്ക് തോന്നുന്നു ഒരു കോമൺ ഫിയർ ആയിട്ട് എല്ലാവർക്കും വരുന്നത്. വെൻ ഡിഡ് യു സ്റ്റാർട്ട് യുവർ ഡാൻസിങ് കരിയർ? അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാൻസിങ് കരിയറായിട്ട് തുടങ്ങിയ ഒരാളല്ല ഞാൻ. ഡാൻസ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ ഇപ്പോഴും പറയുവാണ്, ഞാൻ ഒരു പ്രൊഫഷണൽ ഡാൻസറേ അല്ല. ആക്ച്വലി ഞാൻ മര്യാദക്കൊരു ഡാൻസ് ട്രെയിൻ ചെയ്ത് പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഭയങ്കര ഉഴപ്പാണ്. ആക്ച്വലി ഞാൻ പഠിപ്പിക്കുമ്പോഴാണ് പിന്നെയും കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ പ്രൊഫഷണൽ ഡാൻസറേ അല്ല. ഞാൻ ഡാൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഡാൻസ് ഇഷ്ടപ്പെട്ട് ഞാൻ ഡാൻസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതിൽ കുറവുകൾ പോലും നമുക്കൊരു നല്ല രീതിക്ക് ഒരു ഭംഗി തോന്നിക്കും. അങ്ങനെ തോന്നിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഡാൻസ് പഠിച്ചത് ഞാൻ തിലക് ഡാൻസ് എൻ്റെ അക്കാഡമിയിൽ കയറിയപ്പോഴാണ്. അതിൽ എൻ്റെ സാറിട്ട എഫേർട്സ് കാരണം ഞാൻ 1-2 കൊറിയോഗ്രാഫി പഠിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതും പഠിക്കില്ല. ഞാൻ അവിടെ പോയിട്ട് അവരുമായിട്ട് കൂട്ടായി. പിന്നെ ഡാൻസ് ക്ലാസ്സിൽ പോകാതെ അവരായിട്ട് കറങ്ങി നടക്കലായി എൻ്റെ പരിപാടി. മെയിൻ പരിപാടി അത് തന്നെ എല്ലായിടത്തും. അതുകൊണ്ട് ഡാൻസ് അങ്ങനെ പ്രൊഫഷണൽ രീതിയിൽ ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെയും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇത്ര ആക്കിച്ചത് ആ ഒരു അക്കാഡമിയാണ്. അതുപോലെ എൻ്റെ പാരൻസ്. അങ്ങനെ സ്കിൻ കെയർ ചെയ്യാറുണ്ടോ? സ്കിൻ കെയർ ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസ് തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കുറേ ആഡ്സ് വരും. അതായത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ 2 ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടും, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ എല്ലാവരും കമൻറ്റിൽ ലിങ്ക് എന്നുള്ള മൂടി വയ്ക്കുമ്പോഴത്തേക്കും അത് അടിപൊളി പ്രൊഡക്റ്റ് ആച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് മേടിക്കും. അങ്ങനെ ഞാനും മേടിക്കും. അങ്ങനെ മേടിച്ചിട്ട് 2 ദിവസം ഇടും. കാരണം പുതിയതല്ലേ, ആ ഒരു ഇതിൽ 2 ദിവസം ഇടും. 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കിനും മടിയും. പിന്നെ അതങ്ങ് വിടും. പിന്നെ എന്താ ചുമ്മാ അപ്പുറത്ത് പോയിട്ട് തന്നെ എന്നൊരു മുഖം കഴുകിയിട്ട് അങ്ങ് കിടക്കും. സ്കിൻ കെയർ അങ്ങനെ ഫോളോ ചെയ്യാറേ ഇല്ല. അപ്പോൾ ഇങ്ങനെ ടാൻ അടിച്ചിങ്ങനെ വൃത്തികേടാകുമ്പോഴത്തേക്കും ഭയങ്കര റിഗ്രറ്റാണ്. അങ്ങനെ 3 ദിവസം വീണ്ടും ഇടും. പിന്നെ വീണ്ടും റിപ്പീറ്റ്. സ്കിൻ കെയർ ഒന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമേ അല്ല. ഇൻഫ്ലുവൻസിങ് തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അതായത് ഞാൻ കോണ്ടന്റ് ഇട്ട് തുടങ്ങിയതിന് ശേഷം ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലിരുന്ന് സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ ഇൻഫ്ലുവൻസേഴ്സ് മാത്രമാണ്. ഒരു 2 വർഷം മുമ്പുള്ള യാച്ചു ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും, ഇല്ല, സംസാരിക്കില്ല. അതായത് ആ ഒരു ധൈര്യം എന്നുള്ള സംഭവം എനിക്കില്ല. ഇപ്പോഴും എനിക്ക് ധൈര്യമില്ല. ഞാനിപ്പോൾ ഒരു 100 ടേക്ക് എടുത്തിട്ടായിരിക്കും ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവുക.
അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. അതായത് ആക്ച്വലി എനിക്ക് ഇങ്ങനെ ഓൺ വോയിസ് ചെയ്യുന്ന കാര്യങ്ങളും സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അതായത് ഞാൻ ഈ ഡാൻസ് എങ്ങനെ ഇട്ടു, അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ഡാൻസ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒരു വീഡിയോ റീച്ച് ആയപ്പോൾ ചുമ്മാ എടുത്തിട്ടുള്ള രീതിയിൽ ഇടാൻ വേണ്ടി തുടങ്ങിയതാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇടുന്നതൊക്കെ ഞാൻ ഒരു 3 ഇടുമ്പോഴത്തേക്ക് 2 മില്യൺ അടിച്ച് തുടങ്ങി. അത് കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ അത് കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ ഉൾപ്പെടെ ആഗ്രഹിച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വിട്ടുകൊടുക്കാണ്ട് ഞാൻ ഇങ്ങനെ കോണ്ടൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇട്ടിട്ട് തുടങ്ങിയപ്പോഴത്തേക്കാണ് റീച്ചും സംഭവങ്ങളൊക്കെ വന്നത്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച കാര്യമായിരുന്നു 10K എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ എനിക്ക് 10,000 ഫോളോവേഴ്സ് അടിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇവൻച്വലി ഫോളോവേഴ്സ് കയറുക, വീഡിയോ ഒക്കെ റീച്ച് ആവുക, അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതായത് 20K ആയി, 30K ആയി, 40K ആയി, 50K ആയി. അതായത് ഈ വർഷമായിരുന്നു 50K ആയത്. അതൊക്കെ ഞാനൊക്കെ ഒരു സ്വപ്നം കണ്ട ഒരു സംഭവം മാത്രമായിരുന്നു 50K ഫോളോവേഴ്സും മില്യൺസ് ലൈക്സും സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് ചേരുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. അപ്പോൾ ഈ ഇൻഫ്ലുവൻസ് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ അതിലൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ആവേണ്ടി വരും. അതായത് നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും അതിലൊരു 50 പേരുണ്ടെങ്കിൽ ഒരു 3 പേർക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വഭാവം ചില സമയത്ത് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുന്ന സംഭവമാണെങ്കിൽ തന്നെ നമ്മൾ പുറത്തേക്ക് ഒരു പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കത് കൺട്രോൾ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു സംഭവം ഇൻഫ്ലുവൻസേഴ്സിന് പൊതുവേ ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്കും ആക്ച്വലി ഉണ്ടാകുന്ന ചോദിച്ചാൽ അങ്ങനത്തെ സംഭവം എനിക്കില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. പിന്നെ പറയുവാണെങ്കിൽ പേയ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് നമുക്ക് പൈസ സമ്പാദിക്കാൻ, അതായത് വീട്ടിൽ ഒരുപാട് ചോദിക്കുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, വീട്ടിൽ ചുമ്മാ പൈസ ചോദിക്കുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. ലൈക്ക് അവരുടെയും സംഭവം എപ്പോഴും ഉണ്ടാവണമെന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയതിന് ശേഷം ലൈക്ക് നമുക്ക് തന്നെ ഒരു പേയ്മെൻറ്റ്, നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ പേയ്മെൻറ്റ് കിട്ടുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ഒരു സന്തോഷമാണ്. അത് ഇൻഫ്ലുവൻസ് വഴിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അവർ കാരണം ഞാൻ ഇനിയും വളരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അവർ കാരണമാണ് ഞാൻ വളർന്നത്, അവരുള്ളതുകൊണ്ട് ഞാൻ ഇനിയും വളരും എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. അതെൻ്റെ മെയിൻ അച്ചീവ്മെൻറ്റാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് എനിക്കൊരു ഫോൺ എടുക്കാൻ പറ്റി. അതുപോലെ എനിക്ക് കിട്ടിയ ക്യാഷ് കുറച്ച് വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റി. പിന്നെ 2-3 കോളേജുകളിൽ പോയിട്ട് സ്പോർട്ട് ഡാൻസ് കോമ്പറ്റീഷനിൽ പ്രൈസ് കിട്ടി. അങ്ങനെ കുറച്ചധികം അച്ചീവ്മെൻറ്റ്സ് എനിക്കുണ്ട്. എനിക്കൊന്നും തലക്ക് ഓർമ്മ വരുന്നില്ല എന്നാലും. അപ്പോൾ ഇതെല്ലാം ഈ ഡാൻസ് എന്നുള്ള സംഭവം കൊണ്ട് മാത്രമാണ്. പിന്നെ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ആ ചോദ്യത്തിന് ഞാനിപ്പോൾ ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് അതിനെ എതിർക്കും. പക്ഷേ ഞാൻ എക്സ്ട്രോവേർട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കൂട്ടം ആൾക്കാർ വന്ന് അതിനെ എതിർക്കും. അതായത് ഞാൻ ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. അതായത് നമ്മൾ മനുഷ്യരെങ്ങനെയാണോ അത് ഓരോ ആൾക്കാരെങ്ങനെയാണോ നമുക്ക് അതേപോലെ അവിടെ നിൽക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ സ്വഭാവം ഇതാണെന്ന് വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്ന ആളും അങ്ങനെ തന്നെ ആണെന്ന് ഞാൻ വാശി പിടിച്ച് കഴിഞ്ഞാൽ അത് മോശമാണ്. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു കാം പേഴ്സൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് ഒരു മതി ഓവർ മാഡി പേഴ്സണെ പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ആ ഒരു കാംനെസ്സിൽ കൂടെ മാത്രമേ സംസാരിക്കൂ. അതുപോലെ തന്നെ ഒരു എനർജി ബൂസ്റ്ററായ ഒരാളുടെ അടുത്ത് പോയിട്ട് നമുക്ക് ഇങ്ങനെ കാമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ അവരുടെ എനർജിയിൽ നമ്മൾ എന്താവും, ആ എനർജി നമ്മൾ ബൂസ്റ്റ് ആവും. നമ്മൾ ഓരോ ആൾക്കാരോടും നിൽക്കുന്ന രീതിയിൽ അങ്ങ് നിൽക്കും. പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാവർക്കും ഉള്ള പോലെ എനിക്ക് നല്ല വൃത്തിക്കുണ്ട്. അതായത് എൻ്റെ അടുത്ത് പെട്ടെന്ന് വന്നിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് കൈയും കാലും വിറയ്ക്കും. പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റത്തുണ്ട് ആൾക്കാർ ജാടയായിട്ട് കൂട്ടും. അങ്ങനെ ജാടയെന്ന് വിളിച്ച് കുറേ പേരുണ്ട്. പിന്നെ എൻ്റെ അക്കാഡമിയെ പറ്റി ചോദിച്ച ഒരുപാട് പേരുണ്ട്. എൻ്റെ അക്കാഡമി ആലപ്പുഴയിലാണ്, 2 ഉണ്ട്. ഒന്ന് തിരുമലയിലും ഒന്ന് വണ്ടാനത്തും. ആലപ്പുഴക്കാർക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ എൻ്റെ അക്കാഡമി ജേണി എന്ന് പറയുന്നത് ലൈക്ക് ഞാൻ എനിക്കെല്ലാം കാണുമ്പോൾ ഉള്ള ഒരു ഇൻട്രസ്റ്റിൽ എല്ലാത്തിലും പോയി ചാടുന്ന ഒരാളായതുകൊണ്ട് കണ്ടൊരു ചാട്ടമായിരുന്നു അതും. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്കങ്ങോട്ട് സെറ്റായില്ല. കാരണം ലൈക്ക് എന്നെ പുറമേ കാണുമ്പോൾ പല ആൾക്കാരും ചാടെന്ന് പറയുന്നുണ്ട്. അവരാരും ഇങ്ങോട്ട് വന്നുമില്ല, എനിക്കൊട്ട് അങ്ങോട്ട് പോകാനും തോന്നിയില്ല. അങ്ങനെ അവരെ സിങ്കുള്ള ആൾക്കാർ, ഞാൻ ഒരു ഒറ്റപ്പെട്ട ഫീലൊക്കെ ആയി. ലൈക്ക് എനിക്ക് മനസ്സിലായി എല്ലായിടത്തും പോകുന്ന പോലെ തന്നെ 2 ദിവസം പോകും, ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. ഞാനങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയി 2 ദിവസം നിൽക്കി ഇറങ്ങും. അങ്ങനെ ആ സംഭവമാണ് ഇവിടെ ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സാറുമായിട്ട് കണക്റ്റ് ആവുന്നത്. പുള്ളി വന്ന് മിണ്ടി, ലൈക്ക് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് പിന്നെ ഞാൻ ഒരുപാട് പഠിച്ചു. ലൈക്ക് ഞാൻ പ്രൗഡാണ്, കാരണം ഞാൻ ഡാൻസ് ഒരിക്കലും ഞാൻ പ്രൊഫഷണലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചിട്ടില്ല ഞാൻ. പക്ഷെ ഇവിടെയാണ് ഞാൻ പിന്നെ എന്തെങ്കിലും എഫേർട്ട് ഇട്ടിട്ടുള്ളത് പഠിക്കാനായിട്ട്. അങ്ങനെ പുള്ളിയായിട്ട് കണക്റ്റായി. പിന്നെ മോർ ദാൻ ഒരു സാർ സ്റ്റുഡൻറ്റ് ബോണ്ടിനെക്കാട്ടിയും കൂടുതലൊരു ബ്രദർലി ബോണ്ടായി. അങ്ങനെ സെറ്റായി പോയി. പിന്നെ എനിക്ക് പറയാനുള്ള എൻ്റെ കസിൻസിനെ പറ്റിയാണ്. അതായത്
ഞാൻ പല റീൽസും കണ്ടിട്ടുണ്ട്. അതായത് കുറച്ച് ആൾക്കാരിങ്ങനെ മം സൈഡ് കസിൻസ്, ഡാഡ് സൈഡ് കസിൻസ് അങ്ങനെ ഫേവർ ചെയ്യുന്നവരുണ്ട്. പക്ഷേ എൻ്റെ ഫ്ലെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 സൈഡ് കസിൻസും അടിപൊളിയാണ്. അതായത് ഒരു മം സൈഡ് കസിൻസ് ഒരു വേറെ വൈബാണ്, അതുപോലെ ഡാഡ് സൈഡ് കസിൻസ് വേറെ ലെവലാണ്. ഇവർക്ക് പകരം ഇവരും, ഇവർക്ക് പകരം ഇവരും. അതായത് രണ്ടും ഡിഫറെൻറ്റ് ലീഗ്സ് ആണെങ്കിലും ഒരു അടിപൊളിയാണ്. എൻ്റെ ഒരു സ്ട്രെങ്ത്ത് തന്നെയാണ് അവർ. എൻ്റെ ഉമ്മച്ചിയുടെ ഫാമിലിയും അതുപോലെ തന്നെ വാപ്പയുടെ ഫാമിലി എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എന്നെ, ഭയങ്കര സപ്പോർട്ട്. അതുകൊണ്ട് അവരുടെയൊക്കെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ആക്ച്വലി എനിക്കിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. ഞാൻ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ട് നിങ്ങളൊപ്പം ഞാനും ഇരുന്ന് കാണുമ്പോഴത്തേക്കുമായിരിക്കും ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും ഉള്ളിൽ നിന്നങ്ങ് വരുന്നില്ല തുടക്കത്തെ. അതായത് ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്നിട്ടില്ല. അപ്പോൾ ഈ വീട്ടിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവുമായിരിക്കാം. എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, പോരായ്മകളായിട്ടൊന്നും ഇല്ല. എന്നാലും എൻ്റെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ പോരായ്മകളുണ്ടാകും. പക്ഷേ ഇനി വരുന്ന വീഡിയോസിലൊക്കെ പരമാവധി റെഡിയാക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ Q&A സെഷൻ, അല്ലെങ്കിൽ എൻ്റെ ഇൻട്രാക്റ്റീവ് സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ സൈനിങ് ഓഫ്.